അനന്തു കൂടിച്ചേരുകയാണ് സന്നിധാനത്ത് നിന്ന്. അനന്തു, ഇവിടെ പോലീസാണ് ഇനിയൊരു തീരുമാനമെടുക്കേണ്ടത്. ഈ പ്രതിഷേധക്കാരെ മാറ്റിക്കൊണ്ട് യുവതികളെ ശബരിമലയിലേക്ക് കൊണ്ടുപോകണോ എന്നുള്ള കാര്യത്തിൽ എന്താണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന വിവരം? ഇവരെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയാൽ ഒരുപക്ഷെ ഒരു സംഘർഷ സാധ്യത അവിടെ ഉണ്ട് എന്നുള്ളൊരു വിലയിരുത്തലാണോ പോലീസ്? തീർച്ചയായും അത്തരത്തിലുള്ള ഒരു വിലയിരുത്തലിലേക്കാണ് പോലീസ് പോകുന്നത്. സ്വാഭാവികമായും ശബരിമല സന്നിധാനത്ത് എത്തിക്കഴിഞ്ഞാൽ അവിടെ സംഘർഷ സാധ്യതയുണ്ട് എന്നത് കാര്യം പോലീസ് യുവതികളുമായി നേരത്തെ തന്നെ ആശയവിനിമയം നടത്തി. പക്ഷേ എങ്കിൽ പോലും തങ്ങൾ സന്നിധാനത്തെത്തിയിട്ട് മാത്രമേ മടങ്ങൂ എന്നാണ് രേഷ്മ പറഞ്ഞത്. സ്വാഭാവികമായും 4 മാസക്കാലമായി വ്രതാനുഷ്ഠാനങ്ങൾ നടത്തുന്നു. സ്വാഭാവികമായി അതുകൊണ്ട് തന്നെ തനിക്ക് ജീവിതത്തിലേക്ക് മടങ്ങിപ്പോകണം, ശബരിമല സന്നിധാനത്തെത്തി ദർശനത്തിന് ശേഷം മാത്രമേ മലയിറങ്ങൂ എന്ന നിലപാടിൽ തന്നെയാണ് രേഷ്മയുള്ളത്. ബിന്ദുവും കനകദുർഗയും ശബരിമലയിൽ ആദ്യ ദർശനത്തിനെത്തിയപ്പോഴും സമാനമായ ഒരു സാഹചര്യം നമ്മൾ കണ്ടിരുന്നു. സ്വാഭാവികമായും ഇത്തരം പ്രതിഷേധങ്ങളെ നീക്കിക്കൊണ്ട് അവരെ അക്കാദമിയിൽ എത്തിക്കാനും പോലീസിന് കഴിഞ്ഞു. പക്ഷേ ഇവിടെ കാര്യങ്ങൾ വ്യത്യസ്തമാണ്. പമ്പയിൽ നിന്ന് ഏകദേശം 200 മീറ്റർ മാത്രം മുകളിലുള്ള നീലിമല ഭാഗത്ത് നിന്ന് അവർക്ക് പോകാൻ കഴിഞ്ഞില്ല. ഈ സമയത്ത് മഫ്തിയിൽ പോലീസ് ഇവർക്ക് അകമ്പടി കൊടുത്തു എന്ന് തന്നെയാണ് സ്ഥിരീകരിക്കപ്പെടാത്ത വിവരങ്ങൾ പുറത്തു വരുന്നത്. അതോടൊപ്പം ഇനി നീലിമലയിൽ നിന്ന് എങ്ങനെയാണ് ഇവിടേക്ക് വരിക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മഴവിളക്ക് കഴിഞ്ഞതോടുകൂടി മലയാളി ഭക്തരുടെ, അതായത് കേരളത്തിൽ ഉൾപ്പെടെയുള്ള ഭക്തരുടെ എണ്ണം കുറവാണ്. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുൾപ്പെടെയുള്ള ഭക്തരാണ് സന്നിധാനത്തും ഇപ്പോൾ നിലയുറപ്പിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും അത്തരത്തിലുള്ള പ്രതിഷേധങ്ങളോ ആൾക്കൂട്ടങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ സന്നിധാനത്തില്ല. പക്ഷേ ഏതെങ്കിലും തരത്തിൽ നീലിമലയിൽ നിന്ന് അവർ സന്നിധാനത്തേക്ക് പ്രവേശിക്കുന്നു എന്ന വാർത്ത വരികയാണെങ്കിലും അങ്ങനെ സംഭവിച്ചാൽ പോലും ഇവിടെ ഒരു പ്രതിഷേധത്തിന് സാഹചര്യമുണ്ട്. കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടുണ്ട്, പ്രതിഷേധങ്ങളൊക്കെ തന്നെ കണക്കിലെടുത്ത്. പക്ഷേ ഇപ്പോൾ സ്ഥിതിഗതികൾ സന്നിധാനത്ത് ശാന്തമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ നീലിമലയിലേക്ക് എത്തുമ്പോഴും നിർബന്ധിച്ച് ഇവരെ നീലിമലയിൽ നിന്ന് പോലീസിന് ഇറക്കാൻ സാധിക്കില്ല. നമ്മൾ സമാനമായ സാഹചര്യങ്ങൾ യുവതീ പ്രവേശനം ശബരിമലയിൽ ഉണ്ടാകാൻ അപ്പോഴൊക്കെ നമ്മൾ കണ്ടതാണ്. സ്വാഭാവികമായും ഈ നീലിമലയിൽ നിന്ന് ഇവർ സന്നിധാനത്തേക്ക് എത്തുന്ന ഏതെങ്കിലും സാഹചര്യം ഉണ്ടായാൽ അവിടെ പ്രതിഷേധം ഉണ്ടാവാം. എങ്കിൽ പോലും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ കൂടുതൽ പ്രതിഷേധക്കാർ സന്നിധാനത്ത് നിന്നും താഴേക്ക് വാർത്തകൾ ഇറങ്ങുന്നു എന്നതാണ് ഏറ്റവും പുതിയ വിവരം. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അവിടെ പോലീസിന് കാര്യങ്ങൾ നിയന്ത്രിക്കാൻ കഴിയുമോ എന്നതും നോക്കിക്കാണേണ്ട ഒരു വസ്തുതയാണ്. സമയത്തിനോട് വഴിയാണ് ഇപ്പോൾ പ്രധാനമായും ഭക്തരെ ഇറക്കി വിടുന്നതും കയറ്റിവിടുന്നതും. സ്വാഭാവികമായും പ്രതിഷേധം നടക്കുന്ന ഭാഗത്തോടു കൂടി ഇവരെ പോകാൻ അനുവദിക്കുന്നില്ല. അതിന്റെ പ്രധാനപ്പെട്ട കാരണം നീലിമലയിൽ നിന്ന് സന്നിധാനത്തേക്ക് പോകുന്ന പ്രധാനപ്പെട്ട പാതയിൽ ഇത്തരമൊരു പ്രതിഷേധം നടക്കുന്നു, അല്ലെങ്കിൽ എത്തരത്തിൽ യുവതികളെ തടഞ്ഞു വെച്ചിരിക്കുന്നു എന്ന വാർത്ത ഉണ്ടാകുന്ന സാഹചര്യത്തിൽ കൂടുതൽ പേർ അവിടെ എത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും പമ്പയിലോ സന്നിധാനത്തോ ഒരു പ്രതിഷേധം നടക്കുമ്പോൾ അതിനെ നിയന്ത്രിക്കുന്ന രീതിയിലാവില്ല പോലീസിന്റെ കാര്യങ്ങൾ. സ്വാഭാവികമായും വലിയ താഴ്ചയുള്ള ഭാഗമാണ് നീലിമല പരിസരം. വലിയ തിരക്കില്ല. ഇന്നലെ തന്നെ ഞാൻ റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ വലിയ തിരക്ക് ശബരിമലയിലും പമ്പയിലും ഇല്ല. അത്തരത്തിൽ കാര്യങ്ങൾ പോകുമ്പോൾ നീലിമലയിൽ നിന്ന് തങ്ങൾ ശബരിമല സന്നിധാനത്ത് ദർശനം നടത്തിയിട്ട് മാത്രമേ മടങ്ങൂ എന്നതാണ് കണ്ണൂർ സ്വദേശി രേഷ്മ നിശാന്തിന്റെ ഉൾപ്പെടെയുള്ള നിലപാട്. അവർ 2 യുവതികളാണ്. സ്വാഭാവികമായും ഈ നിലപാടിൽ അവർ ഉറച്ച് നീലിമലയിലെ വാട്ടർ ടാങ്കിന്റെ പരിസരത്ത് കുത്തിയിരിക്കുകയാണ്. അതിനു ചുറ്റുമാണ് ഇപ്പോൾ പ്രതിഷേധം നടക്കുന്നത്. അനന്ത് സൂചിപ്പിച്ചതുപോലെ സന്നിധാനത്തെ ഒരു തിരക്കിന്റെ കാര്യം കൂടി ഈ ഘട്ടത്തിൽ ഒന്നുകൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. കാരണം മകരവിളക്കിന് ശേഷം തീർത്ഥാടകർ മലയിറങ്ങി, ഇനി ബാക്കിയുള്ള ആളുകൾ മാത്രമാണ് അവിടെ ഉള്ളത്. താരതമ്യേന ഈ തീർത്ഥാടന കാലത്തിൽ വെച്ച് തിരക്ക് കുറഞ്ഞൊരു സമയമാണോ ഇപ്പോൾ? തീർച്ചയായും ഈ തീർത്ഥാടന കാലത്ത് ഏറ്റവും കുറഞ്ഞ ആൾത്തിരക്കുള്ള, ഭക്തജന തിരക്കുള്ള സമയമാണ് ഇന്നലെയും ഇന്നും എന്നൊക്കെ പറയാം. രാവിലെ നിർമ്മാല്യ ദർശന സമയത്തും വലിയ ഭക്തജന തിരക്കില്ലായിരുന്നു. സ്വാഭാവികമായും മറ്റു സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെയുള്ള ഭക്തർ മകരവിളക്ക് ദർശനത്തിനായാണ് പ്രധാനമായും ശബരിമല സന്നിധാനത്ത് തമ്പടിച്ചതും വിധിവെച്ച് ഇവിടെ തങ്ങിയതും. മകരജ്യോതി ദർശനത്തിന് ശേഷം അന്ന് രാത്രി തന്നെ പലരും മലയിറങ്ങി. മറ്റുള്ളവർ ഇന്നലെ പകലുമായും മലയിറങ്ങുന്ന സാഹചര്യം ഉണ്ടായി. ഇനി വരുന്നത് വലിയ ഭക്തജന തിരക്കായിരിക്കില്ല. സ്വാഭാവികമായും കുറച്ച് ഭക്തർ മാത്രമാണ് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് ഉൾപ്പെടെ എത്തുന്നത്. ഞാൻ പറഞ്ഞതുപോലെ കേരളത്തിൽ ഉൾപ്പെടെയുള്ള ഭക്തരുടെ എണ്ണം വളരെ കുറവാണ് ഈ സീസൺ മുഴുവനായും. അത് കഴിഞ്ഞ 2 ദിവസത്തെ കണക്ക് നോക്കുമ്പോൾ അതിലും കുറവാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെയുള്ള ഭക്തർ ഈ പ്രദേശത്തിലേക്ക് എത്താനും അവിടെ ആൾക്കൂട്ടമായി ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനപരമായ അന്തരീക്ഷത്തിലേക്ക് മാറിക്കഴിഞ്ഞാൽ പോലീസിന് ഇടപെടൽ നടത്തുക എന്നത് അസാധ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് നീലിമലയിൽ എത്തിയപ്പോൾ തന്നെ പോലീസ് പറഞ്ഞത് സംഘർഷ സാധ്യതയുണ്ട്, അതുകൊണ്ട് പോകാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞത്. നമുക്കറിയാം കനകദുർഗയും ബിന്ദുവും അതോടൊപ്പം തന്നെ ശ്രീലങ്കൻ യുവതിയായ ശശികലയും ദർശനം നടത്തിയതിനു ശേഷമാണ് അത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നതും ദൃശ്യങ്ങൾ പുറത്തു വരുന്നതും. അതുകൊണ്ട് തന്നെ ഈ വാർത്ത ഇവർ ദർശനം നടത്തിയെന്ന കാര്യം പുറത്തറിഞ്ഞതും വളരെ വൈകിയാണ്. അതുകൊണ്ട് തന്നെ ഒരു നിയന്ത്രണ സംവിധാനത്തിലേക്കോ ഒരു പ്രതിഷേധത്തിന്റെയോ പ്രക്ഷോഭത്തിന്റെയോ കാര്യങ്ങളിലേക്ക് സന്നിധാനമോ പമ്പയോ, അതായത് പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് വരുന്ന പാതകളോ മാറിയില്ല. പക്ഷെ ഇപ്പോൾ കാര്യങ്ങൾ അങ്ങനെയല്ല. നീലിമല എത്തിയ ഇവർ ഇപ്പോൾ ഏകദേശം 2 മണിക്കൂർ പിന്നിടുന്നു. കൂടുതൽ പ്രതിഷേധക്കാർ ഈ ഭാഗത്തേക്ക് എത്താൻ സാധ്യതയുണ്ട്. വനം വഴി പ്രതിഷേധക്കാർ എത്താനുള്ള സാധ്യതയുണ്ട്. കാനന പാതയാണ്. സ്വാഭാവികമായും വരുന്ന ഭക്തർക്കും യാതൊരു വിധമായ ബുദ്ധിമുട്ടും ഉണ്ടാവരുത്. മറ്റു സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെയുള്ള മാളികപ്പുറങ്ങളും ഭക്തരും ഒക്കെ തന്നെ വരുന്ന പാതയാണ്. അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നിയന്ത്രണ വിധേയമാക്കുകയില്ല. കൂടുതൽ പോലീസ് രാവിലെ ഇല്ലായിരുന്നു. അതായത് 4 മണിക്ക്
പമ്പയിൽ നിന്ന് തിരിച്ച് ഇവർ ഏകദേശം 4:00-ഓടെയാണ് നീലിമയിൽ വെച്ചിട്ട് തടഞ്ഞത്. 5 പ്രതിഷേധക്കാരെ അപ്പോൾ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. പക്ഷേ ഇപ്പോൾ പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്യുന്ന സാധ്യതയ്ക്ക് അപ്പുറത്തേക്ക് കൂടുതൽ പേർ എത്തുന്നു. മനീതി സംഘം പമ്പയിൽ എത്തിയപ്പോൾ എങ്ങനെയാണോ കാര്യങ്ങൾ നടന്നത് അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ നീലിമയിൽ കാര്യങ്ങൾ നടക്കുന്നതെന്ന് നമുക്ക് പറയാം. ആദ്യം 5 പേർ വന്ന് പ്രതിഷേധിക്കുന്നു, അവർ തടയുന്നു, അവിടെ നിന്നൊരു ബഹളം പ്രതിഷേധത്തിന്റെ രൂപത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു. തൊട്ട് നിമിഷം തന്നെ കൂടുതൽ പേർ പ്രതിഷേധത്തിന്റെ രൂപത്തിലെത്തുന്നു, അവർ അവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നു. ആ തരത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ നീലിമല മാറുന്നത്. സ്വാഭാവികമായും ഇവരെ നീലിമലയിൽ നിന്ന് ഏകദേശം 4 കിലോമീറ്ററോളം ദൂരമുള്ള ശബരിമല സന്നിധാനത്തേക്ക് പോലീസിന് എത്തിക്കാൻ കഴിയുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ എത്തിച്ചാൽ തന്നെ പല പ്രധാനപ്പെട്ട ഭാഗങ്ങൾ, അതായത് മലക്കൂട്ടവും അപ്പാച്ചിമേടും ഒക്കെയുള്ള പ്രധാനപ്പെട്ട പോയിന്റുകളിലൊക്കെ വലിയ പ്രതിഷേധം നേരിടേണ്ടി വരും. അത്തരത്തിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ പ്രകോപനപരമല്ലാത്ത ഒരു അന്തരീക്ഷത്തിലേക്ക്, ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാനാണ് ഇപ്പോൾ പോലീസ് ശ്രമിക്കുന്നത്. സായി, അനന്തു, സന്നിധാനത്ത് ഈ വിവരം അറിഞ്ഞിട്ടുണ്ടോ? താരതമ്യേന അവിടെ തീർത്ഥാടകർ കുറവാണെങ്കിൽ പോലും ഇത്തരമൊരു കാര്യമുണ്ടാകുമ്പോൾ വളരെ പെട്ടെന്ന് സംഘടിക്കുന്ന ഒരു കാഴ്ചയാണ് മുൻപ് നമ്മൾ കണ്ടിട്ടുള്ളത്. സമാനമായ സ്ഥിതി തന്നെ ആയിരിക്കുമോ ഇന്ന് ഉണ്ടാവാൻ പോകുന്നത്? മനീതി സംഘം പമ്പയിൽ എത്തിയപ്പോഴും അതിനു മുൻപ് ബിന്ദുവും കനകദുർഗയും അപ്പാച്ചിമേട് എത്തുന്ന സമയം വരെയും വലിയ പ്രതിഷേധങ്ങൾ ശബരിമലയിൽ ഇല്ലായിരുന്നു. പക്ഷേ ബിന്ദുവും കനകദുർഗയും മരക്കൂട്ടം വരെ എത്തി എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയപ്പോൾ വലിയ പ്രതിഷേധം ശബരിമല സന്നിധാനത്തുണ്ടായി. രാത്രികാലങ്ങളിൽ നടക്കുന്ന നാമജപ പ്രതിഷേധത്തിനപ്പുറത്തേക്ക് യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് താഴെ, അതായത് പമ്പ ഭാഗത്ത് യുവതികൾ എത്തുമ്പോൾ അവിടെ ഒരു പ്രതിഷേധം നടക്കുമ്പോൾ സ്വാഭാവികമായും അലയടികൾ സന്നിധാനത്ത് ഉണ്ടായിരുന്ന ഒരു കാര്യമില്ലായിരുന്നു. പക്ഷേ അവർ മരക്കൂട്ടം എത്തിയപ്പോഴായിരുന്നു അന്ന് പ്രതിഷേധമുണ്ടായത്. സമാനമായ സാഹചര്യമാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. ഈ വാർത്ത സന്നിധാനത്ത് എത്തിയിട്ടുണ്ട്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ മറ്റു സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെയുള്ള ഭക്തരാണ്. അവർക്ക് മലയാള മാധ്യമങ്ങളുമായുള്ള ആശയവിനിമയങ്ങളുടെ സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ വലിയൊരു വാർത്താ തലത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല. മലയാളികളുടെ കുറവ് ഉണ്ടായതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു പ്രതിഷേധ രൂപം ഇവിടെ ഉണ്ടായിട്ടില്ല. പക്ഷേ ഇന്നലെ എടുത്തു പറയേണ്ട കാര്യം, ഇന്നലെ രാത്രി നാമജപ പ്രതിഷേധം ഉണ്ടായിരുന്നു. നിരോധനാജ്ഞ നീക്കിയ സാഹചര്യം കൊണ്ട് തന്നെ പോലീസിന് പല ഭാഗങ്ങളിലും ഇടപെടലിനുകൂടി പരിധിയുണ്ട് എന്ന് വളരെ വലിയൊരു കാര്യമാണ് നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടത്. സ്വാഭാവികമായും മകരവിളക്ക് ദിവസം അർദ്ധരാത്രി തന്നെ ജില്ലാ കളക്ടർ പ്രഖ്യാപിച്ച നിരോധനാജ്ഞ നീക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ പല ഭാഗങ്ങളിലും സംഘടിതമായി ഒരു നിലയുറപ്പിക്കുകയോ പ്രതിഷേധിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഏത് തരത്തിലാണ് ഇവിടെ നിന്ന് പ്രതിഷേധക്കാരെ മാറ്റുക എന്നതുകൂടി ഇപ്പോൾ ഒരു ആശങ്കയ്ക്കുള്ള വകയുണ്ട്. നിലവിൽ ശബരിമല സന്നിധാനത്ത് പ്രതിഷേധങ്ങളില്ല, പക്ഷേ വലിയ ഭക്തജന തിരക്കുമില്ല. അത് എടുത്തു പറയേണ്ട കാര്യമാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെയുള്ള ഭക്തരാണ്. അവർ ഇപ്പോൾ നെയ്യഭിഷേകത്തിനുള്ള ടോക്കൺ എടുത്ത് ക്യൂ നിൽക്കുന്ന സംവിധാനമാണ്. രാവിലെ നെയ്യഭിഷേകം കഴിഞ്ഞു സമാനമായ ശാന്തമായ അന്തരീക്ഷമാണ് സന്നിധാനത്ത് ഇപ്പോൾ നിലനിൽക്കുന്നത്. സായി.